പർവ്വതമേ ആർത്തുല്ലസിക്കുക, പർവ്വതമേ കരങ്ങളടിക്കുക. യെശയ്യാവ് പറയുന്നതാണ് പർവ്വതങ്ങളെ നോക്കി. ഈ പർവ്വതങ്ങൾ ഉണ്ടാക്കിയതാര്? സർവശക്തനായ ദൈവമാണ്. ഈ പർവ്വതങ്ങളൊക്കെ 50 വർഷം മുമ്പ് കർത്താവിനെ അറിയാതെ നടന്നതാണ്. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന പാസ്റ്റർ, കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ ശങ്കുർ എബ്രഹാം, പാസ്റ്റർ ദിവാൻ ചന്ദ്, പാസ്റ്റർ സുലൈമാൻ, പാസ്റ്റർ PG വർഗീസ്, ഇൻ സാരെ ലോഗോനെ, ഇവരെല്ലാവരും വന്ന് ഈ പർവ്വതങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു. ഇന്ന് ഈ പർവ്വതങ്ങളിലൊക്കെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ആ ദൈവമക്കൾ അങ്ങനെ കറക്കാൻ മതിയോ? ആ ദൈവമക്കളെയൊക്കെ ഈ പാസ്റ്റർ ദിവാൻ ചന്ദിൻ്റെ ഏറ്റവും ഇളയ മകനാണ് പാസ്റ്റർ ശംഷേർ. നമ്മുടെ പാസ്റ്ററാണ്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോടുകൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു. സഞ്ജു അദ്ദേഹത്തിൻ്റെ മോനാണ്. ജ്യോതി മോളാണ്. പാസ്റ്റർ ദിവാൻ ചന്ദിൻ്റെ ഇളയ മകള് ജ്യോതി പാസ്റ്ററിൻ്റെ മരുമകനാണ് സോനു. ഇത് പാസ്റ്റർ അശോക്, പാസ്റ്റർ ദിവാൻ ചന്ദിൻ്റെ ഇളയ മരുമകനാണ്. ഇവിടുത്തെ ചർച്ചിൻ്റെ സെക്രട്ടറി ഞങ്ങൾ പറയും ഇവിടെ മീശ ഉള്ള ആളാണെന്ന്. പാസ്റ്റർ രാകേഷ് और हमारे बेटा हैं हमारे साथ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊപ്പം പാസ്റ്റർ സമയമായി കർത്താവ് ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസനെ ഇവിടേക്ക് കൊണ്ടുവന്ന് സെൽഫി ആക്കിക്കോ. ഇവിടെ കൊണ്ടുവന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പാസ്റ്റർ കരങ്ങള് നമുക്ക് താലി ബജായെങ്കിൽ പാസ്റ്റർ ജസ്റ്റിൻ രാജ് തിരുവനന്തപുരത്ത് നിന്ന് കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് എത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ ഇവിടെ വളരെ ശക്തിയോടുകൂടി ഉപയോഗിച്ചു. കട്ര ഗാഡി എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.